ഒരു നിയമനം ഔട്ട് ഓഫ് ദി ആയിട്ട് കൊടുക്കുമ്പോൾ റാങ്ക് പട്ടിക ജോലി കിട്ടേണ്ട ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ നടത്തിയിട്ടുള്ള എല്ലാ പിൻവാതിൽ നിയമനങ്ങളും, പക്ഷേ ഗവൺമെൻറ് അതിന് തയ്യാറായിരുന്നില്ല. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ തന്നെ പിരിച്ചുവിടേണ്ടതാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡൈൻ ഹാർനസ് സ്കീമിൽ ജോലി കൊടുക്കാൻ അവകാശമില്ല. സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് മാത്രമേ ജോലി കൊടുക്കാനുള്ള അവകാശമുള്ളൂ. PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളിൽ വലിയൊരു പങ്ക് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ലഭിക്കേണ്ട നിരവധി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലെഴുന്ന കാഴ്ച പോലും വളരെ ഹൃദയഭേദകമായിരുന്നു. അർഹരായിട്ടുള്ള കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള അവസരം ഈ സർക്കാർ ഉണ്ടാക്കുന്നില്ല. സർക്കാരിന് മുന്നിൽ സമീപിക്കുമ്പോൾ മുൻകാലങ്ങളിലേക്കാളും കൂടുതൽ പേരെ സർക്കാർ ജോലികൾക്കായി PSC അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമാണ്. ഇത്രത്തോളം പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രം 1,60,000 പേർ പിൻവാതിലൂടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് താഴേക്കിടയിലുള്ള ക്ലാസ് 4 നിയമനം മുതൽ തലത്തട്ടിലുള്ള എഞ്ചിനീയർമാരെ വരെ ഡെയിലി വേജസായിട്ട് നിയമിച്ചിരിക്കുകയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റ് നോക്കുകുത്തിയാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നോക്കുകുത്തിയാണ്. ഈ നിയമനങ്ങൾ മുഴുവനും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായിട്ട് ഈ സർക്കാർ വീഴ്ച കൊടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സാധാരണ നമ്മൾ മാഫിയ സംഘം എന്ന് പറയാറുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നും ഗുണ്ട മാഫിയ എന്നും സ്വർണ്ണക്കടത്ത് മാഫിയ എന്ന് പറയുന്നത് പോലെ ഇന്ന് ഏറ്റവും വലിയ ഒരു മാഫിയായി മാറിയിരിക്കുന്നത് കേരള സർക്കാരാണ്. പിൻവാതിൽ നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ചെങ്ങന്നൂർ MLA ആയിരുന്ന പരേതനായ രാമചന്ദ്രൻ നായരുടെ മകന് ക്യാബിനറ്റ് നേരിട്ട് തീരുമാനമെടുത്ത് ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. ക്യാബിനറ്റിന് അങ്ങനെ ജോലി കൊടുക്കാനുള്ള അധികാരമില്ല. ഒരു MLA, ഒരു പൊതുപ്രവർത്തകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഡൈൻ ഹാർനസ് സ്കീമിൽ ജോലി കൊടുക്കാൻ അവകാശമില്ല. സർക്കാർ ജീവനക്കാരുടെ ആശ്രിതർക്ക് മാത്രമേ ജോലി കൊടുക്കാനുള്ള അവകാശമുള്ളൂ. ആ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അവരുടെ കുടുംബത്തിനുള്ള വായ്പകളും സ്വർണ്ണ വായ്പയും കാർ വായ്പ ഉൾപ്പെടെ ഉള്ളതിനുള്ള പണം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ നായരുടെ മകൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൊടുക്കുവാനും ക്യാബിനറ്റ് തീരുമാനിച്ചു. ക്യാബിനറ്റിന് എന്ത് അധികാരമാണ്? ക്യാബിനറ്റിന് ഇത്തരത്തിലുള്ള അധികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയം. അതിനു വേണ്ടിയാണ് രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തത്. മാത്രമല്ല, ആ ജോലി നിന്ന് അടിയന്തരമായി പുറത്താക്കണം, ആ നിയമനം റദ്ദാക്കണമെന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനത്തിനെ അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. ആ സുപ്രീം കോടതിയാണ് കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചു, നിയമനം തെറ്റാണ്, പിരിച്ചുവിടണമെന്ന്. പക്ഷേ ഗവൺമെൻറ് അതിന് തയ്യാറായിരുന്നില്ല. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ തന്നെ പിരിച്ചുവിടേണ്ടതാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് നിയമിക്കുമ്പോൾ അവർ പറയുന്നത് അയാൾക്ക് മിനിമം യോഗ്യത ഉണ്ടെന്നാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആകാനുള്ള BTech ബിരുദ യോഗ്യത ഉണ്ടാവാം. നമ്മുടെ ബിരുദം മാത്രം വെച്ചുകൊണ്ടാണോ സർക്കാർ ജോലി കിട്ടുന്നത്? ഇവിടെ PhD എടുക്കുന്ന ഒത്തിരി SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് പോലും നേരെ എഴുതാൻ അറിയാത്തവരും PhD ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ. പക്ഷേ അവിടെ ഒരു കോമ്പറ്റിറ്റീവ് ടെസ്റ്റിലൂടെയാണ് നമ്മുടെ മിടുക്കന്മാർ PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനെല്ലാം നോക്കുകുത്തിയാക്കിയിട്ട് ഒരു MLAയുടെ മകന് അസിസ്റ്റൻറ്റിനായിട്ട് ജോലി കൊടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ പഠിച്ച് മിടുക്കരായിട്ടുള്ള MTechും ഡോക്ടറേറ്റ് കൊടുക്കുന്ന എഞ്ചിനീയർമാരെ വെല്ലുവിളിക്കുന്ന ശ്രമമാണ്. ഇത് തന്നെയാണ് മറ്റ് റാങ്ക് പട്ടികയിലുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ വിധി ഒരു വലിയ തിരിച്ചടിയാണ്. നമ്മുടെ തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, സംരക്ഷിക്കുവാനുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ വിധി ന്യായം മറിച്ചായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഉദ്ദേശം 1,60,000 പേര് ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരെ പെർമനൻ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ട്. പിന്നെ നമുക്ക് ആർക്കും തന്നെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. PSCയുടെ റാങ്ക് പട്ടികയിലുള്ളവർ അവിടെ കഴിയുകയും യാതൊരു യോഗ്യതയില്ലാത്ത ആൾക്കാർ സർക്കാർ സർവീസിൽ ജോലി കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും.
ഇതിന് ഒരു അവസാനമാണ് ഇതുവഴി ഉണ്ടായിട്ടുള്ളത്. സർക്കാരിൻ്റെ കണ്ണു തുറക്കണം. ഇതിനോടൊപ്പം തന്നെ രാമേന്ദ്രൻ നായരുടെ മകന് നിയമനം കൊടുത്തതിനോടൊപ്പം തന്നെ അനുബന്ധമായി 2021 കൊങ്ങാട് MLA ആയിരുന്ന വിജയദാസിൻ്റെ മകന് ലോക്കൽ ഫണ്ട് ഓഡിറ്ററായിട്ട് ജോലി കൊടുത്തിരിക്കുകയാണ്. അതും നിയമവിരുദ്ധമാണ്. അടിയന്തരമായിട്ട് ആ നിയമനവും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടാൻ തയ്യാറാകണം. ഒരു നിയമനം ഔട്ട് ഓഫ് ആയിട്ട് കൊടുക്കുമ്പോൾ റാങ്ക് പട്ടിക ജോലി കിട്ടേണ്ട ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ നടത്തിയിട്ടുള്ള എല്ലാ പിൻവാതിൽ നിയമനങ്ങളും 1,60,000 പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ ശമ്പളം പറ്റുന്നവർ, സർക്കാർ ട്രഷറിയിൽ നിന്നും ജോലി എന്നവരുടെ നിയമനങ്ങൾ മുഴുവൻ റദ്ദാക്കുകയും പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നിയമപ്രകാരം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അർഹരായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ സംസ്ഥാനത്ത് ജോലി കിട്ടും. അതിനു വേണ്ടിയുള്ള ശ്രമം, അതിനുവേണ്ടിയുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.